ഹലോ എവ്രിവൺ. എല്ലാവർക്കും ചിത്രജോഗിയുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേട്രിയറ്റ് എന്ന സിനിമയെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷനാണ്. ഈ സിനിമ ഹിറ്റാവുമോ അതോ പൊട്ടുമോ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പ്രഡിക്ഷനാണ്. ഈ പേട്രിയറ്റ് ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. ഇന്ന് 27 തീയതി ഏപ്രിൽ 27, 2026. നാളെ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങും. 28 തീയതി രാവിലെ ബുക്കിംഗ് ഓപ്പൺ ആവുന്നതാണ്, അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആവുന്നതാണ് കാണുന്നത്. ഈ പേട്രിയറ്റ് എങ്ങനെ പോയാലും ഇതൊരു സൂപ്പർ ഹിറ്റാണ്. സംഗതി വൻ ഹിറ്റായി മാറാൻ പോകുന്നൊരു പടമാണ്. ഇത് ഇൻസൈഡർ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമല്ല. ഞാൻ ഇൻസൈഡർ അല്ല, ഞാൻ ജസ്റ്റ് ഒരു വ്യൂവർ മാത്രമാണ്. ഇത് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ടിരിക്കുന്ന സിനിമ ലോക എന്നാണ് നമ്മൾ പറയുന്നത്. ലോകയാണ് ഏറ്റവും വലിയ ഹിറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 300 കോടി കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് അതിന് തൊട്ട് താഴെ വന്ന് നിൽക്കും. അതുപോലൊരു വലിയൊരു ഹിറ്റായിരിക്കും ഇതിൻ്റെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കളക്ഷൻ ഒരു 250-ൻ്റെ മുകളിൽ എന്തായാലും പോകും. എനിക്ക് രണ്ടാമത് നിൽക്കുന്നത് എമ്പുരാന എന്നാണ് കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ, ലോക കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന്. ഈ കളക്ഷൻ്റെ കുറേ തള്ളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതൊന്നും നോക്കുന്നില്ല. അതൊന്നും നോക്കാതെ ഈ സംഗതി ഒരു 250-ൻ്റെ മുകളിൽ, മേ ബി 275 വരെയൊക്കെ എത്താം എന്നെനിക്ക് തോന്നുന്നു. അവിടം വരെ എത്തും. അവിടെ അത്രയും വലിയൊരു ഹിറ്റായിരിക്കും. ഇൻഡസ്ട്രി ഹിറ്റാണ്. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റും അടുത്ത കാലത്ത് ഇറങ്ങിയ ഹിറ്റ് സിനിമകളെക്കാളൊക്കെ വലിയൊരു ഹിറ്റാണ് ആവാൻ പോകുന്നത്. ലോകയെ മറികടക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 300 കോടിയൊക്കെ കടക്കുമെന്ന് നല്ല ഡൗട്ടുണ്ട്. കാരണം ലോക കുറേ പേര് ഔട്ട്സൈഡ് കേരള, സൗത്ത് ഇന്ത്യയിൽ കുറേ സ്റ്റേറ്റ്സിൽ നല്ല ഹിറ്റായിരുന്നു, പ്രത്യേകിച്ച് കർണാടക. ഇത് ഇത്രയും വലിയ ഹിറ്റാവുമെന്ന് പറയാൻ കാരണം, ഇത്രയും 275 കോടിയൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്താൻ കാരണം 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കണം എന്നുള്ളത്. മോഹൻലാലും മമ്മൂട്ടിയും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളിൽ ഒരു കമേഴ്ഷ്യൽ ഫിലിമിൽ വരുന്നത്. ഇതിനു മുമ്പ് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ 2 ഗസ്റ്റ് റോളായിട്ട്, മമ്മൂട്ടിയുടെ 2 ഡബിൾ റോളുണ്ട്. മമ്മൂട്ടിയായിട്ട് തന്നെ ഒരു ഗസ്റ്റ് റോളിൽ, മോഹൻലാലായിട്ട് തന്നെ ഗസ്റ്റ് റോള്, അത്രയൊക്കെ വന്നിട്ടുള്ളൂ. 2020 കഴിഞ്ഞിട്ട് ഒരു ഫുൾ ലെങ്ത് കമേഴ്ഷ്യൽ പടത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ പേര് ഇത് ചെന്ന് കാണും. ആ മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലോ, എന്താ നമുക്ക് കാണാനാണ്, നമുക്ക് പോയി കാണാം എന്നുള്ളൊരു മൈൻഡിൽ കുറേ പേര് പോയി കാണും. ഇതൊരു കമേഴ്ഷ്യൽ പടം തന്നെയാണ്. കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്, ഇത് കമേഴ്ഷ്യൽ പടമല്ല, ഇത് കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടമാണ്. മഹേഷ് നാരായണൻ്റെ സിനിമയാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഈ മഹേഷ് നാരായണൻ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാസ് സംഗതികൾക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പല കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇത് ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യലാണ്. അത് ഇതിൻ്റെ ട്രെയിലറും ടീസറിൽ നിന്നും തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എല്ലാം കുറേ ഫൈറ്റ് സീനുകൾ നമുക്ക് കണ്ടല്ലോ ഈ ട്രെയിലറിൽ തന്നെ. ഇവർ മറ്റേ പോസ്റ്ററിലും ആ ഒരു കാറിലിരുന്ന് അവർ വെടിവെക്കുന്നു, പിന്നെ ഏതോ ഇൻറ്റീരിയർ സ്ഥലത്തിരുന്ന ഫൈറ്റ്, പിന്നെ ഈ ചാക്കോച്ചനും ഫഹദ് ഫാസിലും കൂടെ എന്തോ ഒരു സെർവറൊക്കെ വെച്ചേക്കുന്ന ഒരു വലിയ സ്ഥലത്ത് അവിടെ വെച്ച് ഫൈറ്റ്. അപ്പോൾ ഇത് ഫൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ കമേഴ്ഷ്യൽ എലമെൻ്റൊക്കെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതൊരു സീരിയസ് പടമാണ്. സ്പൈ ത്രില്ലർ ആകുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ കുറേ കോമഡിയും കാര്യങ്ങളും, ഇപ്പോൾ 2020 കുറേ കോമഡിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫുൾ എൻ്റർടൈനറായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കില്ല. കുറേ കോമഡിയൊക്കെ ഇതിനകത്ത് നല്ലോണം കുറവായിരിക്കും. ഇടയ്ക്ക് 1-2 ഡയലോഗൊക്കെ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി മാത്രം ഉണ്ടാവും, ചെറിയൊരു ലൈറ്റ് മോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ബട്ട് കൂടുതലും ഇത് സീരിയസ് ആയിട്ടുള്ളൊരു പടമാണ്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു കമേഴ്ഷ്യൽ പടമാണ്. അത് ഇതിൻ്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ തന്നെ അറിയാം. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് മഹേഷ് നാരായണൻ്റെ പടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. കുറേ കമൻറ്റുകൾ അങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. കംപ്ലീറ്റ് കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും വരുന്നു എന്നുള്ളത് കൊണ്ട് ആണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. ഇത്രയും വലിയൊരു ഹിറ്റാവാനുള്ള കാരണം, വൺ ഓഫ് ദ മെയിൻ റീസൺസ് അതാണ്. രണ്ടാമത്തെ കാരണം, ഈ സിനിമയുടെ ഔട്ട്പുട്ട് ഇവർ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അത്രയും ഒരു ഔട്ട്പുട്ട് വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ നല്ലോണം തള്ളു തുടങ്ങിയേനെ. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തു, ഇതിൻ്റെ സ്ക്രിപ്റ്റും കഥയും എല്ലാം ഓക്കെ ആയി വന്നപ്പോൾ ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ സൈഡ്, ഫൈറ്റ്, മറ്റേ ഫോട്ടോഗ്രാഫി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവർ ഉറപ്പായിട്ടും തള്ളി മറിക്കും. പല സിനിമകളും നമുക്ക് കാണാം. കഴിഞ്ഞ കുറേ നാളുകൾ ഇറങ്ങിയ കുറേ തള്ളി മറിച്ച് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇറക്കി ഫസ്റ്റ് ഡേ തന്നെ
സിനിമ വലിയ പറഞ്ഞ സംഗതിയൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഈ തള്ളിയതിനൊന്നുമില്ല. ആ ഔട്ട്പുട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ഇവർ ഒട്ടും തന്നെ അധികം മാർക്കറ്റിംഗ് ചെയ്യാതെ തീരെ വലിയ അനക്കമൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നാളെ ഇപ്പോൾ ഇത് ടിക്കറ്റ് ബുക്കിംഗ് ഓൺ ആകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ വിറ്റ് പോകുമൊന്നുമില്ല. എമ്പുരാനാണ് നമ്മൾ ഫസ്റ്റ് അവർ തന്നെ ഫസ്റ്റ് ഷോ കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി. ഒരിടത്തും ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതായിരുന്നു അവസാനം ഇത്ര ഹെവി റഷിൽ ബുക്ക് ചെയ്യുന്നൊരവസ്ഥ കണ്ട്. ഇതങ്ങനെയൊന്നുമില്ല. ഇതങ്ങനെയൊന്നും വലിയ ആളും അനക്കമൊന്നുമില്ല. ഏർലി മോർണിംഗ് ഷോ ഇല്ല. ഇവർ സംഗതി ഇല്ലായിരുന്നെങ്കിൽ രാവിലെ 4 മണിക്കൊക്കെ വേണമെങ്കിൽ ഷോ വെച്ചേനെ. അത്രയും കൂടെ 2 ഷോയുടെ കാശും കൂടെ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ച്. ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയത് കാരണം ഇവർ വലിയ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. അത് യൂട്യൂബിൽ നോക്കിയാലും അതെ, അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ, ഒരു എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ളൊരു സംസാരം, ഒരുമാതിരി ഒരു സ്കിറ്റ് പോലെ തോന്നിക്കുന്ന ഒരു വീഡിയോ, അത് മാത്രമാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ മമ്മൂട്ടി ഏതോ ഒരു നാഷണൽ ചാനലിൽ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അനുപമ ചോപ്രയുടെ ഒരു ചാനലാണെന്ന് തോന്നുന്നു. പക്ഷെ അതും ഞാനത് കണ്ടില്ല. അത് എനിക്ക് വലിയ റെക്കമെൻഡേഷനിലൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഇവരെല്ലാവരും കൂടെയുള്ള വീഡിയോ റെക്കമെൻഡേഷൻ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ എന്നുള്ള രീതിയിൽ റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചാനലുകൾക്ക് സൈഡ് റോളൊക്കെ ചെയ്ത ആൾക്കാർ ചെന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന പരിപാടിയൊന്നും ഈ സിനിമയ്ക്ക് ഇല്ല. അത് മറ്റ് പല സിനിമയ്ക്കും നമുക്ക് കാണാം. മറ്റ് പല ഹൈപ്പ് കയറ്റി വിടുന്ന പല സിനിമകൾക്കും സൈഡ് റോൾ ചെയ്ത ആൾക്കാർ വരെ പോയി ഓരോന്ന് പറഞ്ഞ് തള്ളി മറിച്ച് ഇതാണെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം. ഇതിലങ്ങനെ ഒന്നുമില്ല. പിന്നെ കുറച്ച് പോസ്റ്റേഴ്സ് ഇറക്കി, 2 ട്രെയിലറും ഒരു ടീസറും ഒരു ട്രെയിലറും ഇറക്കി. പിന്നെ വലിയ അനക്കമൊന്നുമില്ല. അവിടെ പോയി ട്രെയിലർ ഇറക്കുന്നു. മറ്റേ ബുർജ് ഖലീഫ, കുറേ പേർക്ക് ബുർജ് ഖലീഫയെ പോയി അവിടെ പോസ്റ്റർ ഒരു ദിവസം കാണിക്കുന്നു. അങ്ങനത്തെ ഒരു സംഗതികളുമില്ല. അതൊന്നും ഇല്ലാതെയാണ് ഇവർ ഇറക്കുന്നത്. അപ്പം തന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവരുടെ മെയിൻ മാർക്കറ്റിംഗ് നടക്കാൻ പോകുന്നത്. ഇറങ്ങിക്കഴിഞ്ഞും പടം കൊളുത്തിയെന്ന് കാണുമ്പോഴത്തേക്കും പിന്നെ ഇവർ മാർക്കറ്റിംഗ്, ഈ എക്സാമ്പിൾ തുടരും ലോക പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നവരെ വലിയ അനക്കമൊന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ട് മോഹൻലാൽ ആ ചാടുന്ന പോസ്റ്ററും മോഹൻലാലും വില്ലനും നോക്കി, വില്ലൻ ആരാന്ന് പോലും ആദ്യത്തെ പോസ്റ്ററുകൾ വന്നിട്ടില്ല. പോസ്റ്ററുകളിലോ ഒരു സീനുകളിലോ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ കാരണം. നല്ലൊരു ഔട്ട്പുട്ടും ഉണ്ട്. പിന്നെ മോഹൻലാൽ മമ്മൂട്ടി രണ്ടുപേരും വരുന്നുണ്ട്. കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് എന്തായാലും ഈ പടത്തിന് വരും. വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി കാണും. എല്ലാ മലയാളികളും, ആബാലവൃദ്ധ ജനങ്ങളെല്ലാവരും പോയി എമ്പുരാൻ തന്നെ പോയി കണ്ടു. അതിന് മിക്സഡ് റിപ്പോർട്ടാണ് കിട്ടിയത്. ഇതിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എല്ലാവരും ഇറങ്ങും. പിന്നെ കുറേ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരും ചെന്ന് കാണും. അങ്ങനെ കണ്ട് ഇത് 250ൻ്റെ മുകളിൽ 275 ആ റേഞ്ചിൽ എന്തായാലും എത്തും. ഇത് രണ്ടും കൊണ്ടാണ് എൻ്റെ പ്രഡിക്ഷൻ ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.